ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 100 ഡേയ്സ് ചലഞ്ചിൽ 18ാമത്തെ ദിവസമാണിന്ന്. ഇന്നലെ ചില കാരണങ്ങളാൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 18ാമത്തെ ദിവസമാണ്. 18ാമത്തെ ദിവസത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചൈനീസ് സംസ്കാരമാണ്. നമ്മൾ ലോക ചരിത്രത്തിലെ ഓരോ സംസ്കാരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ച ഫുള്ള്, അതായത് ഡേ 15 മുതൽ 21 വരെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ലോക ചരിത്രത്തിലെ ഈ സംസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പം ഇന്ന് പഠിക്കാൻ പോകുന്നത് ചൈനീസ് സംസ്കാരമാണ്. ഇനി മെസപ്പൊട്ടോമിയൻ സംസ്കാരം കൂടി മാത്രമേ ഇതിൽ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 21 ദിവസം വരെയും ഇത് തന്നെയാണ് പഠിക്കുന്നത്. വളരെ കുറച്ച് ഉള്ളൂ ലോക ചരിത്രം പഠിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ റിവിഷൻ ചെയ്യണം. മുന്നത്തെ ആഴ്ചകളിൽ 2 ആഴ്ചകളിൽ നമ്മൾ ടോപ്പിക്സ് പഠിച്ചു. ആ ടോപ്പിക്കുകളൊക്കെ ഒന്നും കൂടെ റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SCERT 6ാം ക്ലാസ്സിലെ സയൻസ് 3ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. സയൻസ് 3ാമത്തെ ചാപ്റ്റർ പഠിക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ടെൻസാണ് ഈ ആഴ്ച കൊണ്ട് പഠിച്ചു തീർക്കേണ്ടത്. അപ്പോൾ അതും നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മുടെ സിലബസ് വൈസ് ക്ലാസ്സിലെ ഡേ 18 ഇന്ന് ചൈനീസ് സംസ്കാരം. ഓക്കെ, ചൈനീസ് സംസ്കാരം ഉടലെടുത്തത് ഹൊയാങ്ഹോ നദിക്കരയിലാണ്. അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം. ചൈനീസ് ലിപി രൂപപ്പെട്ട യുഗം വെങ്കല യുഗമാണ്. യുഗമാണ്. അതുപോലെ ചൈനയ്ക്ക് കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ലോക ചരിത്രത്തിൽ. ഈ നെയ്ത്ത് വിദ്യ പുരോഗമിച്ചത് ചൈനീസ് സംസ്കാര കാലഘട്ടത്തിലാണ്. നെയ്ത്ത് വിദ്യ പുരോഗതി പ്രാപിച്ചത്. ഹീരകസൂത്ര, അതായത് നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ പുസ്തകമാണത്രേ ഹീരകസൂത്ര. ഇത് പ്രസിദ്ധീകരിച്ചത് ചൈനക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു നെയ്ത്ത് വിദ്യ പുരോഗതി പ്രാപിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അതുപോലെ കലണ്ടർ നിർമ്മാണത്തിലും തങ്ങളുടേതായ ഒരു കൈ ചൈനക്കാരുടേതുണ്ടായിരുന്നു. അവരുടെ ഒരു നേട്ടം തന്നെയാണ് കലണ്ടർ നിർമ്മാണം. ചൈനക്കാർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷം 365 ദിവസമാണ് ഉണ്ടായിരുന്നത്. 365 ദിവസമാണ് ഉണ്ടായിരുന്നത്. പിന്നെ പ്രാചീന ചൈനയിൽ പ്രധാനമായിട്ട് നിലനിന്നിരുന്ന 2 മതങ്ങളാണ് താവോയിസവും കൺഫ്യൂഷനിസവും. അതിൽ താവോയിസത്തിൻ്റെ ഉപജ്ഞാതാവ് ലാവോത്സെയാണ്. കൺഫ്യൂഷനിസത്തിൻ്റെ ഉപജ്ഞാതാവ് കൺഫ്യൂഷ്യസ്. അതുപോലെ വെടിമരുന്ന്, പേപ്പർ എന്നിവ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അതുപോലെ ചൈനക്കാരാണ് ഭൂകമ്പമാപിനി നിർമ്മിച്ചത്. ആദ്യമായി ഭൂകമ്പമാപിനി നിർമ്മിച്ചത് ചൈനക്കാരാണ്. അതുപോലെ പട്ടുനൂൽപ്പുഴു വളർത്തൽ, ലോഹനിർമ്മിത കണ്ണാടി, ഇതൊക്കെ ചൈനക്കാരാണ് ആദ്യമായിട്ട് നിർമ്മാണം ആരംഭിച്ചത്. ഇതൊക്കെ അവരുടെ കോൺട്രിബ്യൂഷൻസാണ്. ചൈനയിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് ചിൻ സാമ്രാജ്യം. ഈ ചൈന അല്ലെങ്കിൽ ചീന എന്ന പേര് രൂപം കൊള്ളാൻ കാരണമായ രാജവംശമാണ് ചിൻ രാജവംശം. 221 BC-യിലാണ് ചിൻ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ചിൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഷിഹ്വാങ്തി. ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ഷിഹ്വാങ്തി. ചൈനയിലെ ചന്ദ്രഗുപ്തൻ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഈ ചൈനയിലെ വൻമതിൽ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ഷിഹ്വാങ്തി. ഇനി നമുക്കറിയാം ചൈനയിലെ ഏറ്റവും നീളമേറിയ, ഭൂമിയിലെ തന്നെ നീളമേറിയ മനുഷ്യനിർമ്മിതിയാണ് വൻമതിൽ. ആ വൻമതിൽ പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ഷിഹ്വാങ്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനായിട്ട്. ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചിട്ട് കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നമ്മൾ ഇംഗ്ലീഷിൽ ടെൻസാണ് ഈ ആഴ്ചയിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വീഡിയോയുടെ ലിങ്ക് ഇടാം. അത് ഇംഗ്ലീഷിലെ കുറച്ചധികം ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ആഴ്ച സമയം കിട്ടുന്നതനുസരിച്ച് ആ ഒരു വീഡിയോ നിങ്ങൾ കാണണം. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ ദിവസം ചില പ്രത്യേക കാരണങ്ങളാലാണ് വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.